മുനമ്പം വിഷയത്തിൽ വർഗീയ ശക്തികൾക്ക് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള സൗകര്യമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന അന്തേവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ സർക്കാർ മനഃപൂർവമായ കാലതാമസമാണ് വരുത്തിയത്. സംഘപരിവാറിന് വിഷലിപ്തമായ വർഗീയ ധ്രുവീകരണത്തിലൂടെ രണ്ട് സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനുള്ള സൗകര്യം സർക്കാർ ഒരുക്കിക്കൊടുക്കുകയായിരുന്നു. വർഗീയ ശക്തികൾക്ക് എല്ലാ ആയുധവും നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരമുണ്ടായപ്പോൾ തന്നെ പ്രശ്നബാധിതരുമായി സർക്കാർ ചർച്ച നടത്തണമായിരുന്നു. സർക്കാർ ഒപ്പമുണ്ട് എന്ന ഉറപ്പ് അവർക്ക് നൽകിയില്ല. സമരക്കാരുടെയും മുസ്ലിം സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുമായി സർക്കാർ ചർച്ച നടത്തണമായിരുന്നു. അങ്ങനെയെങ്കിൽ സമൂഹത്തെ മലീമസമാക്കുന്ന BJPയുടെ വിദ്വേഷ രാഷ്ട്രീയ ഇടപെടലിനെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വളരെ പോസിറ്റീവായ നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. എന്നാൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നതിന് സർക്കാർ ഗുരുതരമായ കാലതാമസം വരുത്തി. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള കൊട്ടേഷൻ ചിലർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലേതുപോലെ കേരളത്തിൽ സാമുദായിക സംഘർഷം ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് BJPയുടെ ലക്ഷ്യം. മുനമ്പം വിഷയത്തിൽ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന സാധാരണക്കാരായ കുടുംബങ്ങളോടൊപ്പമാണ് കോൺഗ്രസ്. അവർക്ക് നിയമപരമായ പരിരക്ഷ നൽകാൻ സർക്കാർ മുൻകൈയെടുക്കണം എന്നതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിന് മുതിരുന്നതിന് പകരം സംഘപരിവാറിന് മുതലെടുപ്പ് നടത്താൻ എല്ലാ അവസരവും ഇടത് സർക്കാർ നൽകി. CPM ഇക്കാര്യത്തിൽ BJPയുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും KC വേണുഗോപാൽ ആരോപിച്ചു. കേരളത്തിലെ ടൂറിസം വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ സീപ്ലെയിൻ പദ്ധതി അനാവശ്യ വാദഗതികൾ ഉയർത്തി അതിന് തടസ്സം നിന്നത് LDF ആയിരുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പേ യാഥാർത്ഥ്യമാക്കേണ്ട ഒരു പദ്ധതിയെ പിന്നോട്ടടിച്ചതും LDFന്റെ തലതിരിഞ്ഞ വികസന കാഴ്ചപ്പാടായിരുന്നുവെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. CPM 10 കൊല്ലം പിറകോട്ടാണ് സഞ്ചരിക്കുന്നത്. എല്ലാവരും മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ CPM പിറകോട്ടാണ് സഞ്ചരിക്കുന്നത്. 2004 സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കെ താൻ ദുബായിൽ സീപ്ലെയിനിൽ സഞ്ചരിച്ചപ്പോൾ തോന്നിയ ആശയമായിരുന്നു ഇത്. കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമാണ് എന്നും വിനോദസഞ്ചാരത്തെ പോഷിപ്പിക്കുമെന്നും മനസ്സിലാക്കിയാണ് ഈ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്നാൽ തുടർന്നു വന്ന LDF സർക്കാർ അതിന് തയ്യാറായില്ല. അടുത്ത UDF ഭരണകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ടൂറിസം മന്ത്രി AP അനിൽകുമാറിന്റെയും ഇച്ഛാശക്തിയിൽ ആ പദ്ധതി യാഥാർത്ഥ്യമായി. എന്നാൽ മത്സ്യത്തൊഴിലാളികളെ ചാവേറുകളായി മുൻനിർത്തി LDF ഈ പദ്ധതിയെ അട്ടിമറിക്കുകയായിരുന്നുവെന്നും അവർക്ക് ഇപ്പോഴെങ്കിലും വൈകിയുദിച്ച ബുദ്ധിക്ക് നന്ദി പറയുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു.